അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റജബ് മാസത്തിൻ്റെ 7-ാമത്തെ രാവ്. വലിയ പോരിശകൾ നിറഞ്ഞ മഹത്വമുള്ള രാത്രികളാണ്, പകലുകളാണ് നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുന്നത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ എല്ലാ ഖൈറാത്തുകളും നൽകണേ അല്ലാഹ്, എല്ലാ ബറക്കാത്തുകളും നൽകണേ അല്ലാഹ്. മജ്ലിസിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാഹ്, എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ അല്ലാഹ്, എല്ലാവരുടെയും ജീവിതത്തിൽ നീ വലിയ സന്തോഷം നൽകണേ അല്ലാഹ്. നമ്മളൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു അമലുകളും അല്ലാഹു പാഴാക്കി കളയൂല. കാരണം ഈ വിശുദ്ധമായ ദിവസത്തിനും മാസത്തിനുമൊക്കെ വലിയ പവിത്രത അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്, വലിയ സ്ഥാനം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തെ പരിഗണിച്ചുകൊണ്ട്, ആ ദിവസത്തിൻ്റെ മഹത്വത്തെ മാനിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്, അല്ലാഹുവിന് വലിയ പ്രീതി ഉണ്ടാകും, തൃപ്തി ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നും മഹത്വമുള്ള ഒരു ദിക്ർ ചൊല്ലിയിട്ട് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട മഹത്തായ ഒരു ഇസ്മ, ആ ഒരു ഇസ്മ നമുക്ക് ചൊല്ലിയിട്ട് റബ്ബിനോട് നമ്മളുടെ ആവശ്യം പറയാം. ഈ ഒരു ഇസ്മിൻ്റെ പ്രത്യേകത, ആരെങ്കിലും ഒരാൾ ഈ ഇസ്മ നിശ്ചിത എണ്ണം ചൊല്ലിയിട്ട് ഒരു കണക്ക് വെച്ച് അത് ചൊല്ലി തീർത്ത് നിയ്യത്താക്കി ചൊല്ലിയിട്ട് റബ്ബിനോട് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ ആ ആവശ്യം അല്ലാഹു നിറവേറ്റി കൊടുക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചതായി കാണാം. എന്തെങ്കിലും ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട്, മനസ്സിൽ കരുതിക്കൊണ്ട് എന്ത് ചെയ്തു, ഈ ഒരു ഇസ്മ ആ വ്യക്തി ചൊല്ലി. അപ്പോൾ ആ വ്യക്തിയുടെ എന്താവശ്യമാണോ, എന്ത് കാര്യമാണോ അയാൾ മുൻനിർത്തി ചൊല്ലിയത്, ആ ആവശ്യത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന് മഹത്തുക്കൾ പരിചയപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. ഒരുപാട് ആവശ്യങ്ങളുള്ള മുഅ്മിനീങ്ങളില്ലേ, ഒരുപാട് ആവശ്യങ്ങളുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ, അല്ലാഹു എല്ലാവരുടെയും എല്ലാ മുറാദുകളെയും പൂർത്തീകരിച്ച് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായ ഖൽബോടുകൂടി അല്ലാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട അൽ ഹഫീൽ എന്ന നാമം, ഹഫീലിൻ്റെ മഹത്വം ഒരുപാട് നമ്മളുടെ ചാനലിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഹഫീൽ എന്ന ദിക്ർ ചൊല്ലിയിട്ട് റബ്ബിനോട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയാം. ഇൻഷാ അല്ലാഹ്. യാ ഹഫീദു യാ അല്ലാഹ്, യാ ഹഫീലു 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 യാ അല്ലാഹ്, يا حفيظ يا الله، 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 يا حفيظ يا الله،
യാ ഹഫീളു യാ അല്ലാ 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 യാ ഹഫീളു യാ അല്ലാ
യാ ഹഫീളു യാ അല്ലാഹ് 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 യാ ഹഫീളു യാ അല്ലാഹ്. അല്ലാ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ ഏറ്റെടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ആത്മാർത്ഥമായി നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് എല്ലാവരും ആമീൻ പറയും ഇൻഷാ അല്ലാ. അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കുമാറാകട്ടെ. നമ്മൾ ചൊല്ലിയ ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മൾ ഇന്ന് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു നമുക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഗഫാറായ ഖാലിഖായ റാസിഖായ ലത്തീഫായ വദൂദായ അല്ലാ, സാധുക്കളായ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, നീ ഏറ്റെടുക്കണേ അല്ലാ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ചൊല്ലിയ ഇസ്മിൻ്റെ ഹക്ക് ജാഹു ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാ, നൽകിയതിലെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, ദോഷങ്ങൾ മാപ്പ് ചെയ്യണേ അല്ലാ, രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാ, കടബാധ്യതകൾ തീർത്തു തരണേ അല്ലാ, സാമ്പത്തിക പുരോഗതി നൽകണേ അല്ലാ, ഇടപാടുകൾ ഖൈറിലാക്കണേ അല്ലാ, കുടുംബജീവിതം ബറക്കത്തുള്ളതാക്കണേ അല്ലാ, ഭാര്യമാര് ഭർത്താക്കന്മാര് മക്കൾ കുടുംബാദികൾ മാതാപിതാക്കൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവരുമായുള്ള സ്നേഹബന്ധം നീ ഊട്ടി ഉറപ്പിച്ച് തരണേ അല്ലാ, കലഹങ്ങൾ തീർക്കണേ അല്ലാ, പോരുകൾ മാറ്റണേ അല്ലാ, വിശ്വാസക്കുറവുകൾക്ക് പരിഹാരം നൽകണേ അല്ലാ, വിവാദങ്ങളിൽ നിന്ന് മോചനം നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരൊറ്റ മുഅ്മിനിനെയും നീ പരീക്ഷിക്കല്ലേ അല്ലാ, പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, കടക്കണിയിൽ നിന്ന് മോചനം നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളെയും ഈ പറയപ്പെട്ട മുഴുവൻ മുഅ്മിനീങ്ങളെയും ആഖിബത്ത് നന്നാക്കി മരിക്കുന്നവരിൽ ചേർക്കണേ അല്ലാ. അവസാനം കലിമ ചൊല്ലി യാത്ര പറയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ, സ്വർഗം ഓശാരമായി നൽകണേ അല്ലാ, നരകമോചനം നൽകണേ അല്ലാ. ഈ പവിത്രമായ മാസങ്ങളെ പരിഗണിക്കാനും വബല്ലിഗ്നാ റമളാൻ, വിശുദ്ധ റമളാനിലേക്ക് ഞങ്ങൾക്ക് എത്തിച്ചേരാനും തൗഫീഖ് നൽകണേ അല്ലാ. ഒരുപാട് അഅ്മാലുകളെ കൊണ്ട് റമളാനെ ധന്യമാക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.
എല്ലാവരും ദുആ ഇറക്കണം ഇൻഷാ അല്ലാ. നിങ്ങളുടെ ദുആകളിൽ പ്രത്യേകിച്ച് ഈ രാത്രികളിൽ ദിനങ്ങളിലൊക്കെ നിങ്ങൾ ദുആ ഇറക്കുമ്പോൾ ഈ സാധുവ എന്നെയും കുടുംബത്തെയും ഓർക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.